അതെ, നിങ്ങൾ നോക്ക്, മനസ്സ് നന്നായാൽ ജനങ്ങളുടെ അംഗീകാരമുണ്ട്. ജനങ്ങളുടെ അംഗീകാരം കിട്ടണമെങ്കിൽ എപ്പോഴാ കിട്ടുക? അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് ജനങ്ങൾക്ക് കിട്ടുമ്പോൾ. നിങ്ങൾ നോക്ക്, എന്റെ നാട്ടുകാരനായ എന്റെ അയൽവാസിയായ ബാസിത്ത് സഖാഫി എന്ന് പറയുന്ന 23 വയസ്സുള്ള പൊന്നുമോൻ എന്റെ കുടുംബക്കാരനാണ്. എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പലരും പറഞ്ഞ് അനുസ്മരിച്ചെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ബാസിത്തിനെ ഉയർത്തിയത്, ബാസിത്തിനെ വളർത്തിയത്, ബാസിത്തിന് ഈ സ്നേഹം കിട്ടിയത്, ബാസിത്ത് സഖാഫിക്ക് ഈ ജനസപ്പോർട്ട് കിട്ടിയത്, അത് ജാതി മതവർഗ വർണ്ണ ദേശഭാഷ വ്യത്യാസമന്യേ ഒരു നാട് മുഴുവനും തേങ്ങിയത്. അവിടെ ഗ്രൂപ്പില്ല, അവിടെ സംഘടനയില്ല, ചെറിയവരില്ല, വലിയവരില്ല, ആണില്ല, പെണ്ണില്ല, അയൽവാസികളെന്നില്ല, കുടുംബങ്ങളെന്നില്ല, എല്ലാവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയില്ലേ? കണ്ണീർ കണങ്ങൾ ചാലിത്തൊഴുകിയില്ലേ? പറ്റാത്ത കണ്ണുനീർ, തോരാത്ത കണ്ണുനീർ, നിലക്കാത്ത ജനപ്രവാഹങ്ങള്. പണ്ഡിതന്മാരുണ്ട്, സാധാത്തുക്കളുണ്ട്, സാധാരണക്കാരുണ്ട്, അതേ എല്ലാവരുമുണ്ട്. എന്തേ കാരണം? 23 വയസ്സുകൊണ്ട് ഒരു നാട്ടിലൊരു വലിയ മഹല്ലിന്റെ സ്ഥാനത്തേക്ക് വന്നിട്ടില്ല, ഒരു സംഘടനയുടെ തലപ്പത്ത് വലിയ ആളായി മാറിയിട്ടില്ല. എന്തേ കാരണോ? ഉമ്മ, പെങ്ങള്, പുഞ്ചിരിക്കുന്ന പുന്നാര പൂമുഖം, ഏത് സമയവും പുഞ്ചിരിക്കുന്ന പുന്നാര പൂമുഖം. ചെറിയവരോട് കരുണ കാണിച്ചു, വലിയവരെ ആദരിച്ചു, വലിയവരെ ബഹുമാനിച്ചു. മാതാപിതാവിന്റെ കുരുത്തവും പൊരുത്തവും വാങ്ങി, ഗുരുക്കളുടെ പൊരുത്തം വാങ്ങി, സർവ്വജനങ്ങളോടും ആദരവ് കാണിച്ചു. ഒരു നാട്ടില്, ഒരു പ്രദേശത്തെ പല വിഷയങ്ങളും, തർക്ക വിഷയങ്ങളും അപശബ്ദങ്ങളും ഉണ്ടാകുമ്പോ അതൊന്നും മൈൻഡ് ചെയ്യാതെ, അതിലൊന്നും ഇടപെടൽ നടത്താതെ, അതിലേക്കൊന്നും പോകാതെ, അതിലേക്കൊന്നും പക്ഷം ചേരാതെ തന്റെ റൂട്ടിലൂടെ സഞ്ചരിച്ച് ഉന്നതങ്ങളിൽ കീഴടക്കി, ഉന്നതമായ സമയത്ത് ഉന്നതമായ പവറോടുകൂടി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഖബർ സന്തോഷമാക്കട്ടെ, ഖബർ അനുഗ്രഹിക്കട്ടെ. എന്റെ ഉമ്മ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ആ ബാസിത്ത് മോനെ ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ അമ്മായി, നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഡോക്ടറെ കാണിക്കണ്ട, പൊളികയൊന്ന് നിർത്തിക്കൂടെ? ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ ഉമ്മ അനുസ്മരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും, കുടുംബങ്ങൾക്ക് പറയാനുള്ളത്, നാട്ടുകാർക്ക് പറയാനുള്ളത് നല്ല വാക്കുകളാ, നല്ല ചിന്തകളാ. അല്ലാഹുവേ, ഖബർ സന്തോഷമാക്കണേ അല്ലാ, ആ കുടുംബത്തിന് ക്ഷമ നൽകണേ അല്ലാ. മനസ്സ് ക്ലിയറായപ്പോ ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല, ആരോടും വൈരാഗ്യമില്ല, ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ആരെയും നോവിച്ചിട്ടില്ല. അതേ ഗ്രൂപ്പിന്റെ പേരിലോ, സംഘടനയുടെ പേരിലോ, കുടുംബത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെട്ട് ആരെയും നോവിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതെ എല്ലാവരോടും പുഞ്ചിരിച്ച് താൻ പോകുന്ന റൂട്ടിലൂടെ സഞ്ചരിച്ച് ലോകവാസം വെടിഞ്ഞ ബാസിത്ത് മോൻ, അല്ലാഹുവേ, ഖബറിൽ നിന്ന് ഈ മഹത്തായ സദസ് കാണുന്നുണ്ടാകും. അല്ലാഹു ആ ഖബറിനെ ഉയർത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു തആല സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളെ നാട്ടിൽ നിന്ന്, CM ചാരിറ്റി, CM മസ്ജിദ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന്, CM ചാരിറ്റിയിൽ നിന്ന്, അതേ ബന്ധപ്പെട്ടവരിൽ നിന്ന്, അല്ലാഹ് മിസ്ബാഹുൽ ഹുദായുടെ ബന്ധപ്പെട്ടവരിൽ